നമസ്കാരം. ഞാനിപ്പം നിൽക്കുന്നത് ആലപ്പുഴ കുളമാക്കിൽ തറവാട്ടിൻ്റെ മുന്നിലാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു തറവാടാണ്. ആ തറവാട്ടിൽ നിന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില സവാരികളും കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ വാഗമണ്ണിൽ പോയി നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ സാധിക്കാതെ പോയവർക്ക് ഇവിടെ അടിപൊളി ഒരു ഗ്ലാസ് ബ്രിഡ്ജും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ ഒന്ന് കാണാം. വളരെ മനോഹരമായിട്ടാണ് ഇവിടെ എല്ലാം ചെത്തിയരിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്നും കാണാം. ഇത് നമ്മുടെ കുളമാക്കൽ തറവാട്ടിൻ്റെ സ്ഥലമാണ്. 12 ഏക്കർ വിസ്തൃതിയിലാണ് ഈ തറവാട് കിടക്കുന്നത്. അവിടെ തറവാടിൻ്റെ ഇപ്പോഴത്തെ അവകാശിയായ കുളമാക്കൽ കൃഷ്ണപ്രസാദ് സാറിൻ്റെ വീട്. അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനും ഒക്കെ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയായിട്ട് ഒരുക്കുന്ന ഒരു പുതിയ പാർക്കായത്. നമ്മൾ വാഗമണ്ണിലോ ഒക്കെ പോയി ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ സാധിക്കാതെ പോയവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നമുക്ക് ഒരു ദിവസം മൊത്തം ആസ്വദിക്കാനുള്ളതുണ്ട്. അതുകൂടാതെ പക്ഷികളുടെയും ഒട്ടക സവാരി, കുതിര സവാരി, നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മുടെ ജമുനാപ്യാരി ആടുകളുടെ നല്ല ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഏതാണ്ട് 5 നില കെട്ടിടത്തിൻ്റെ ഉയരമാണ് നമ്മുടെ ഈ ഗ്ലാസ് ബ്രിഡ്ജിനുള്ളത്. 80 അടിയോളം നീളമുണ്ട് ഗ്ലാസ് ബ്രിഡ്ജിന്. അപ്പോൾ ഇതിൽ നമ്മൾ കയറുന്ന സമയത്തെന്ന് വെച്ചാൽ ഇത് അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നന്നായിട്ട് നല്ല സുരക്ഷയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ്. പിന്നെ ചൂട് സമയത്ത് മാത്രമേ ഉള്ളൂ നമുക്കതിൽ കയറുമ്പോൾ ഒരല്പം ഇത് നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ ആ ഗ്ലാസിൻ്റെ തിക്നെസ്സും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അത്രയും ചൂടൊന്നും അനുഭവപ്പെടില്ല. നല്ലൊരു അനുഭവമാണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ. ഇതിനോടനുബന്ധിച്ച് തന്നെ ഇതിൻ്റെ പരിസരങ്ങളിലെല്ലാം കണ്ടില്ലേ, ഈ 12 ഏക്കറും അദ്ദേഹം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുക. അത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ 12 ഏക്കറും. പിന്നെ കുളമുണ്ട്, സിപ്പ് ലൈനുണ്ട്, സിപ്പ് സൈക്കിളുണ്ട്, ഒക്കെ നമുക്ക് ഇവിടെ ആസ്വദിക്കാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് ചപ്പലൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ വശങ്ങളെല്ലാം നമുക്ക് കണ്ടില്ലേ, ഒരു 5 അടിയോളം ഹൈറ്റിലാണ് ഈ സൈഡെല്ലാം കൈവരി തീർത്തിരിക്കുന്നത്. കൈവരിയൊക്കെ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ പാദരക്ഷ നമ്മൾ ഇതിനപ്പുറത്ത് അങ്ങോട്ട് ഉപയോഗിക്കാൻ പാടില്ലെന്ന്. അപ്പം സിന്ധുവിനാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കിന് പേടിയായി. പുള്ളിക്കാരി അവിടെ തൊട്ടേ സൈഡ് കൈവരിയെ പിടിച്ചാണ് പോകാൻ നോക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കയറുമല്ലേ ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ. നമുക്കിവിടെ നമ്മളടുത്ത് ഇത് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പം വാഗമണ്ണെന്ന് പറഞ്ഞാലും ഇപ്പോൾ നമുക്ക് അത്രയും ദൂരമുണ്ട്. പക്ഷേ അതിനെക്കാട്ടിൽ സുന്ദരമായിട്ട് ഇപ്പോൾ വാഗമണ്ണ് നമുക്ക് ആ ഒരു മുട്ടക്കുന്നും അതിൻ്റെ ഒരു അനുഭവമേ ഉള്ളൂ. പക്ഷേ ഈ 12 ഏക്കർ എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. കണ്ടോ, ഈ കാണുന്ന വൃക്ഷങ്ങളൊക്കെ കണ്ടോ, അദ്ദേഹത്തിൻ്റെ പുരയിടത്തിലാണ് നിൽക്കുന്നതാണ്. അതിനകത്ത് അദ്ദേഹം അടിപൊളിയായിട്ടുള്ളൊരു റിസോർട്ടുണ്ട്, ഫിഷ് സ്പായുണ്ട്, അതൊക്കെ നമുക്ക് അനുഭവിക്കാം. അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലത്തെ ഒരു രസമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു അപാര വ്യൂ ആണ്. ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ കയറുന്ന സമയത്ത് കണ്ടോ, നമുക്ക് ആദ്യം അങ്ങോട്ട് കാലെടുത്ത് വെക്കാൻ നമുക്ക് ഭയങ്കരമായിട്ട് പേടി കഴിയുമ്പോൾ നമ്മുടെ പേടി അങ്ങ് മാറുവേ. കുറച്ച് നടന്നു കഴിയുമ്പോൾ അത് കയറി കഴിയുമ്പോൾ തോന്നുന്നു വെച്ചാൽ കയറുന്ന സമയത്ത് നമുക്ക് അടിവശം എല്ലാം അതിനകത്തൂടെ കാണാമല്ലോ. കാണുന്ന സമയത്ത് ഇത്രയും ഉയരത്തിലൊരു ഗ്ലാസിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുന്നതും തോന്നുമ്പോൾ ഉണ്ടാകുന്ന അതൊരു ഭയങ്കര രസമുള്ളൊരു അനുഭവമാണ്. അത് പേടിയല്ല നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത്, അത് പ്രത്യേക ഒരു അനുഭവം. അത് ഭയങ്കര രസമാണ്. അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, നമ്മൾ വന്ന് അനുഭവിച്ച് തന്നെ അറിയണം. നമ്മുടെ ഇത്രയും അടുത്ത് ഇത്രയും മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നതും വളരെ സ്ട്രോങ്ങായി നിർമ്മിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജ് നമ്മുടെ അടുത്ത് എങ്ങുമില്ല. നിങ്ങൾ കുടുംബസമേതം കുട്ടികളും ഒക്കെ ആയിട്ട് ഇവിടെ എത്തണം. നല്ലൊരു ലേക്കുണ്ട്. ആ ലേക്കിൽ കുട്ടികൾക്ക് സഞ്ചരിക്കാനുള്ള കൊട്ടവഞ്ചികളുണ്ട്, പിന്നെ സിപ്പ് ലൈനുണ്ട്, സിപ്പ് സൈക്കിളുണ്ട്, എല്ലാം ഇവിടെ അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പണികളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോരെ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ വിളിച്ചിട്ടൊന്നും പുള്ളിക്കാരി വരുന്നില്ല. പുള്ളിക്കാരിക്ക് ചെറിയ പേടിയുണ്ട്. അപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് പേടി തോന്നും, കാരണം ഗ്ലാസ് അല്ലേ, താഴോട്ട് വീഴുമെന്നൊരു തോന്നല ഓരോ പടി വെക്കുമ്പോഴും. നമ്മൾ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഈ സൈഡിൽ പിടിച്ചോണ്ട് നമ്മൾ നടക്കുന്നത്. കാരണം നമുക്ക് ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമല്ലേ. അപ്പോൾ ഈ ഗ്ലാസ്സിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ കാല് വെക്കുമ്പം എങ്ങനെയാ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും. ഒരിക്കൽ ഞങ്ങൾ വാഗമണ്ണ് പോയായിരുന്നു ഇത് കയറാൻ വേണ്ടി. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കുമായിരുന്നു. അവർ പറഞ്ഞു ഓൺലൈൻ ബുക്ക് ചെയ്തവരുടെയൊക്കെ ടൈം തരും അവർ. നമുക്ക് 10 തൊട്ട് 10:30 വരെ അങ്ങനെ ടൈം തരുമായിരുന്നു. അപ്പം ആ സമയത്ത് നമുക്കതിൽ കയറാൻ സാധിച്ചില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ആ കൊതിയെല്ലാം നമ്മളിവിടെ ആസ്വദിച്ച് തീർത്തു. ആ കാണുന്ന അങ്ങേയറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ വരെയൊക്കെ കണ്ടു, അതെല്ലാം അദ്ദേഹത്തിൻ്റെയാണ്.
ഇതിപ്പം സിപ്പ് ലൈന് വേണ്ടി ഓൾറെഡി സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ സിപ്പ് സൈക്കിളും ഉണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സൈക്ലിംഗ് ആണ് കേട്ടോ. നമുക്ക് ഏവർക്ക് എത്ര വെയിറ്റ് ഉള്ളവർക്കും അതിൽ കൂടെ യാത്ര ചെയ്യാം. അതുപോലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു തറവാടാണ് അവരുടെ. തറവാടിനെ അതിപ്പോൾ അദ്ദേഹം ഇതാക്കി, റിസോർട്ടാക്കി. ആ, അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ 1-2 ദിവസം നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ അവിടെ ഈ റിസോർട്ടിൽ താമസിക്കാം. ഈ നമ്മുടെ ഈ 12 ഏക്കർ നിങ്ങൾക്ക് കറങ്ങി നടന്ന് ആസ്വദിച്ച് നടക്കാം. തറവാട് കാണാം. അവിടെ 2 ഗജവീരന്മാരുണ്ട്. നമ്മുടെ പാമ്പാടി രാജനെയും പുതുപ്പള്ളി കേശവനെയും പോലെ ഒക്കെ തലയെടുപ്പുള്ള കുളമാക്കൽ പാർത്ഥസാരഥി. അതുകൂടാതെ മറ്റൊരാളും കൂടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. അപ്പം അവിടെ എല്ലാം നമുക്ക് ആസ്വദിച്ച് ഒരു ദിവസം ഫുൾ ആസ്വദിക്കാനുള്ള സ്ഥലമാണിത്. അപ്പം നിങ്ങൾ കുട്ടികളെയും ഒക്കെ കൂട്ടി എല്ലാവരും ഫാമിലിയുമായിട്ട്, കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർ ഒരു ദിവസം കൊണ്ട് ഇവിടുന്ന് പോകത്തില്ല. അത്രമാത്രം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. ആനയുണ്ട്, ഒട്ടകമുണ്ട്, ഇതിനെല്ലാം കണ്ടൊക്കെ അവരിങ്ങനെ നടക്കും. ഇപ്പം ഇതുണ്ട്, മറ്റേ കുതിരയുണ്ട്, കുതിരപ്പുറത്ത് പോവാം കുട്ടികൾക്ക്. ഒട്ടകത്തിൻ്റെ പുറത്ത് സവാരി ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ജമുന പ്യാരി എന്ന് പറയുന്ന ആടില്ലേ, അതിനെയെല്ലാം കാണാം. ഭയങ്കര രസമാണ് ആടിന്. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, പക്ഷേ ഇത് ഒറിജിനൽ ബ്രീഡാണ് ഈ ജമുന പ്യാരി എന്ന് പറഞ്ഞത്. അപ്പം നമുക്കിപ്പോൾ ഇവിടുന്ന് താഴെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അടുത്ത് നമുക്ക് ഇതിൻ്റെ കാണാൻ പോകുന്നുണ്ട്, മീനിൻ്റെ കാണണം. മറ്റേതുണ്ട് നമ്മുടെ പക്ഷികളുടെ ഒരു വേൾഡ് ഉണ്ട് ഇവിടെ. അത് പലതരത്തിലുള്ള പക്ഷികളുണ്ട്, ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഒത്തിരി വെറൈറ്റിയുടെ മാത്രമല്ല ആ പക്ഷി, അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സാധാരണ ഒരു പെറ്റ് ഷോപ്പിലോ അല്ലെങ്കിൽ ഇതുപോലൊരു പെറ്റ് വേൾഡിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വളരെ ഒരു ദുർഗന്ധവും വളരെ ഒരു അസ്വസ്ഥത നമുക്ക് അനുഭവപ്പെടും. പക്ഷേ ക്ലീൻ എന്ന് വെച്ചാൽ ഇത്രയും മനോഹരമായിട്ട് അത് പ്ലാൻ ചെയ്തിരിക്കുന്ന ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഒന്നും കണ്ടിട്ടില്ല. ഇത് ഒട്ടക സവാരിയുണ്ട്, കുതിര സവാരിയുണ്ട്, പിന്നെ നമുക്ക് ഫിഷ് സ്പാ ഉണ്ട്. നമ്മുടെ പഴയ ഏറുമാടം കണ്ടോ, നമ്മുടെ പണ്ടത്തെ ഈ രാജാക്കന്മാരുടെ കാലത്തൊക്കെ ഉള്ള അത് ഇത് ഒറിജിനൽ തന്നെയാണ് കേട്ടോ, അല്ലാതെ ഇവിടത്തേക്ക് വേണ്ടിയല്ല. അദ്ദേഹം അത് അവിടെ കൊണ്ട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് താഴെ നിന്നുള്ള നോക്കിയാൽ അറിയാം നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് എത്രമാത്രം ഉണ്ടെന്നുള്ളത്. ഇവിടെ ഇപ്പം എല്ലാം പുതിയ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ കിടക്കുന്ന സാധനങ്ങളെല്ലാം. നമ്മുടെ ജമുന പ്യാരി കണ്ടോ, ഒരാളെ കണ്ടോ? ഇത് ജമുന പ്യാരിയാണ്. അതിൻ്റെ ചെവി കണ്ടോ? അടുത്ത വേറൊരാളെ കണ്ടോ? ചെവിക്ക് നല്ല നീളമാണ്. ഭയങ്കര നീളമാണ് ചെവി. നല്ല ഇണക്കമാണെന്ന് തോന്നുന്നു, ഭയങ്കര സ്നേഹമാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടമായിരുന്നു ഇത്. കൃഷിയിടത്തെ ഇപ്പം കുതിര ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് പടവലം പാവലൊക്കെ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. കാരണം 1 ഇഞ്ച് സ്ഥലം പോലും അദ്ദേഹം അവിടെ വേസ്റ്റ് ആക്കിയിട്ടില്ല. ഇത് തറവാടായിരുന്നു. ആ തറവാടിനെ അദ്ദേഹം ഇപ്പോൾ അതൊരു മ്യൂസിയമാക്കി. അദ്ദേഹത്തിൻ്റെ തറവാട് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അത് നൂറ്റാണ്ടുകൾ, ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തറവാട് അദ്ദേഹത്തിൻ്റെ. പൂർണ്ണമായിട്ടും തടിയിൽ നിർമ്മിച്ച തറവാടാണ്. ഇതാ ഫിഷ് സ്പാ. നമുക്ക് 4 പേർക്ക് ഒരേ സമയം നമ്മുടെ കാലുകൾ ആ ഗ്ലാസ് ബോക്സിനകത്ത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മറ്റേ എന്തുകൊണ്ടല്ലോ, ഓന്തുണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നു. ഇതാണ് നമ്മുടെ ഫിഷ് സ്പാ. ഇതിനകത്ത് നമ്മുടെ കാലിറക്കി വെച്ച് കൊടുത്താൽ മീൻ നമ്മുടെ കാലെല്ലാം കൊത്തിപ്പറിച്ച് നല്ല വൃത്തിയാക്കി നീറ്റാക്കി തരും. അടുത്തൊരാളെ കണ്ടോ, വളരെ സുന്ദരിയായിട്ടുള്ള ഒരാട്ടിൻകുട്ടി. അപ്പം നമുക്കപ്പം ഇനിയിപ്പോൾ അവിടുന്ന് അപ്പുറത്തോട്ട് പോകാം. അപ്പുറത്ത് നമ്മുടെ ഇതില്ലേ, കിളികളുടെ ലോകമില്ല, അതൊന്ന് കാണാം. അത് നമ്മൾ കാണേണ്ട. അപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ഇതിൻ്റെ പിന്നെ ഒരുപാട് മേഖലകൾ അവരിപ്പോൾ അവിടെ പ്രവേശനം നിർത്തിവെച്ചിട്ടുണ്ട്. കാരണം ആ പണിയൊക്കെ തീരാൻ വേണ്ടിയിട്ടേ. ഇത് നമ്മുടെ ആ തറവാടിൻ്റെ മുൻവശത്തെ മിറ്റമാണ്. ഈ മിറ്റമൊക്കെ എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ സ്വപ്നത്തിൽ കാണുന്ന ഒരു മിറ്റമാണ് ഇതൊക്കെ. കാരണം പണ്ടത്തെ വീടുകളുടെയൊക്കെ മുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നു. ഒരു വീടും അതിനോടനുബന്ധിച്ച് ഒരു 10-25-30 സെൻറ്റ് ഒരു മിറ്റം തന്നെ കാണും. അറേ നിരയുള്ള വീടും പൂർണ്ണമായിട്ട് തടിയിൽ നിർമ്മിച്ചതുമാണ്. ഇത് വീടിൻ്റെ വശത്തിലുള്ള ക്ഷേത്രമാണ്. ഒന്ന് അയ്യപ്പൻ്റെ ക്ഷേത്രവും ഒന്ന് ദേവിയുടെ ക്ഷേത്രവുമാണ്. അത് കുടുംബക്ഷേത്രമാണ്. അപ്പം ആ വീടിൻ്റെ പുറകുവശത്തായിട്ടാണ്, കുടുംബക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ പക്ഷികളുടെ ലോകമുള്ളത്. വളരെ സൂപ്പറായിട്ട്, വളരെ മനോഹരമായിട്ട് കണ്ടില്ലേ. എൻട്രിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാതെ നമ്മൾ കയറി ചെന്നാൽ അതിനകത്ത് കയറാൻ പറ്റില്ല. വളരെ സ്ട്രിക്റ്റും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം നമ്മൾ ചെല്ലുന്നവരും. അതുപോലെ തന്നെ അദ്ദേഹം അതിനകത്ത് പരിപാലിച്ചിരിക്കുന്നത്. അതിനകത്തോടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തെത്തിയ പ്രതീതിയാണ്. കാരണം
സാധാരണ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എത്തുമ്പോഴുണ്ടാകുന്ന അനുഭവമല്ല നമുക്കത്. ഒരു കുട്ടികളുടെ ഒരു നല്ലൊരു പാർക്കെന്ന് തന്നെ വേണേൽ പറയാം. അതിനകത്ത് അനിമൽസിൻ്റെ സ്റ്റാച്ചുവും പിന്നെ നമ്മളതിനാവൊന്ന് നോക്കിക്കേ, നമ്മളെ സ്വീകരിക്കാനായിട്ട് തന്നെ വാതിൽ ഒരു പാത്ത എന്നല്ലേ ഇതിന് പറയുന്നത്, പാത്ത വന്ന് നിൽപ്പുണ്ട്. നല്ല ഇണക്കമുള്ളതാണ് കേട്ടോ. വാതിലിൻ്റെ അവിടെ വന്ന് നിൽക്കുക. നമ്മൾ കയറി ചെന്നപ്പോഴത്തേക്കിന് ഇങ്ങനെ നമ്മുടെ അടുത്തോട്ട് ഭയങ്കര ഇണക്കം. ഇവരെല്ലാവരും അതിനകത്ത് ഇറങ്ങിയിട്ട് കിളികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും അതിനകത്ത് തുറന്നു വിട്ടിരിക്കുക. അവർ ഇറങ്ങും, വെള്ളത്തിൽ ഇറങ്ങും. അവർ പറഞ്ഞു ഈ ഒരെണ്ണത്തിന് മാത്രം കയറാൻ ഒട്ടും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അതാ വെളിയിൽ ഇങ്ങനെ കറങ്ങി കിടക്കുന്നതല്ലേ, അതുകൊണ്ട് അതിനെ കയറ്റുന്നുമില്ല. അതെ അതെ, ഇത് കണ്ടോ, ഇവരുടെ ഒരു ലോകം വേറെ ഒന്ന് തന്നെയാണ് കേട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട്. വെറൈറ്റി മാത്രമല്ല, അതിനകത്ത് നിങ്ങൾക്ക് കാണാമല്ലോ, എൻ്റെ തറയൊക്കെ കാണാമല്ലോ, എത്ര സ്റ്റാഫ് ഉണ്ടെന്നറിയാം അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. വളരെ മനോഹരമായിട്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അദ്ദേഹം അത് പരിപാലിച്ചിട്ടുണ്ട്. ആ കൂടിൻ്റെ അകമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ആ കൂടിനകത്തെ തറയൊക്കെ ഒന്ന് കാണണം, എത്ര സൂപ്പറായിട്ടാണ് കിടക്കുന്നത് നോക്കിയേ. എല്ലാ കിളികളുടെയും, കുഞ്ഞു കിളിയായാലും വലിയ കിളി എല്ലാത്തിൻ്റെയും തടയെല്ലാം രാവിലെ എല്ലാം തൂത്തുവാരി വൃത്തിയാക്കി പഴയ വേസ്റ്റുകളെല്ലാം മാറ്റി നല്ല സൂപ്പറാകും. കണ്ടോ അതിൻ്റെ തറയൊക്കെ കിടക്കുന്നുണ്ടോ, അതുകൊണ്ട് അവർക്ക് നല്ല ആയുസ്സും കിട്ടും, അവർ നല്ല ഹെൽത്തി ആയിട്ടും ഇരിക്കും. കോഴിയല്ലേ അത്? ഇത് ടർക്കിഷ് ടർക്കിയാണെന്ന് തോന്നുന്നു, അതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒത്തിരി വെറൈറ്റി ഉണ്ടല്ലോ അതുകൊണ്ട് അത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടോ, ആ കൂടിനകമൊക്കെ നോക്കി. ഇങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നത്. കാരണം അല്ലാതെ മറ്റു പല സ്ഥലങ്ങളിൽ പോയാലും നമുക്ക് കുട്ടികൾക്ക് ഇതിൻ്റെ പൊടിയും അതും ഇതൊക്കെ ഏറ്റിട്ട് അലർജി പോലൊക്കെ ഉള്ളത് വരികയൊക്കെ ചെയ്യും. പക്ഷേ ഇത് അതുപോലെ ആണോ നോക്കിക്കേ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് വരിക. നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പുള്ള കിളികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ആസ്വദിക്കാനും കാണാനും കേൾക്കാനും, അത് ഹൈവേയുടെ സൈഡിൽ നിന്ന് ഒത്തിരി ഉള്ളിലേക്കല്ല, നമുക്കതെല്ലാം പോകാനും വരാനും എല്ലാം ഉള്ള സൗകര്യവും റോഡും എല്ലാം ഉണ്ട്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു തറവാടാണ് കുളമാക്കൽ തറവാട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രമുള്ള ഒരു തറവാടാണ്. അപ്പോൾ ആ തറവാടിനെ പറ്റി തന്നെ നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. അത്രമാത്രം പാരമ്പര്യമുള്ള ഒരു തറവാടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മ്യൂസിയവും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പാർക്കും ഇതൊക്കെ പണിയാൻ വേണ്ടി കൃഷ്ണപ്രസാദ് സാറിന് തോന്നിയ മനസ്സ്, അത് നമ്മൾ അങ്ങേയറ്റം അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതാണ്. കാരണം ഈ 12 ഏക്കറിനെയും മനോഹരമാക്കി എടുക്കാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ പോലും ഇതിനു വേണ്ടി അദ്ദേഹം സമയം കണ്ടെത്തുന്നു. പിന്നെ നമ്മൾ നല്ല 2 ഗജവീരന്മാരെ നമുക്കിവിടെ വന്നാൽ കാണാം. വളരെ സ്നേഹമുള്ള 2 ഗജവീരന്മാർ. നമ്മൾ മറ്റൊരുപാട് ആനകളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും പ്രൗഢഗംഭീരമായ മുഖത്തോടു കൂടിയ 2 ഗജവീരന്മാരെ നമുക്കിവിടെ കാണാൻ വളരെ അപൂർവമായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നത്തില്ല, കാരണം അത്ര തണലും തണുപ്പും സുഖവും അതിനകത്ത്. ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്ന ഭാഗമാണിത്, വഴിയിലേക്കുള്ള ഇറങ്ങുന്ന ഭാഗത്തിൻ്റെ സൈഡായത്. ഇതെല്ലാം ഓരോരോ വെറൈറ്റികളാണ്. ഇതിനെയെല്ലാം പരിപാലിക്കണമെങ്കിൽ തന്നെ അദ്ദേഹത്തിന് എന്തുമാത്രം ചെലവ് വരുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റാച്ചു കണ്ടോ, അവനാണ് പാർത്ഥസാരഥിയുടെ സ്റ്റാച്ചു ആയത്. എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം അത് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് നോക്കി. ഇപ്പോൾ നമ്മൾ കുളമാക്ക തറവാടിൻ്റെ മുൻവശത്തെ ഒരു കെട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതാണ് പാർത്ഥസാരഥി, അവനെ കുളിപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതിലെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.